വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ നോവലാണ് ലെ മിസറബിൾസ്. ഇതൊരു ബൃഹത്തായ കൃതിയാണ്. നാലപ്പാട്ട് നാരായണമേനോൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ അത് വിവർത്തനത്തിൻ്റെ പരിധികളിൽ ഒതുങ്ങി നിന്നില്ല. മറിച്ച് മലയാള ഗദ്യ സാഹിത്യത്തിന് മുതൽക്കൂട്ടായ ഒരു സ്വതന്ത്ര കൃതിയുടെ പദവിയിലേക്ക് അത് ഉയരുകയായിരുന്നു. പാവങ്ങൾ എന്ന പേരിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായ ഈ പുസ്തകം വിവർത്തന കലയിലെ ഉദാത്തമായ മാതൃകയായിട്ട് ഇന്നും നിലകൊള്ളുന്നു. വിക്ടർ ഹ്യൂഗോയുടെ മൂലകൃതി 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതികളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യത്വത്തിന്റെ വിവിധ മുഖങ്ങളെ തുറന്ന് കാട്ടുന്നു. 2 ഭാഗങ്ങളാണ് ഇത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. മാതൃഭൂമിയാണ് ഇറക്കിയിരിക്കുന്നത്. നീതിയുടെയും നിയമത്തിന്റെയും അനീതികൾക്കും എല്ലാം ഇടയിൽ പെട്ടുപോയ ജീൻ വാൽജീൻ എന്ന മനുഷ്യന്റെ ജീവിതയാത്രയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ഒരു ചെറിയ കുറ്റകൃത്യത്തിന്റെ പേരിൽ നീണ്ടകാലത്തെ ജയിൽവാസവും അതിനുശേഷം സാമൂഹികമായ അകൽച്ചയും, കാരണം സമൂഹം അവനോട് കാണിക്കുന്ന ആ അവഗണന അത് ക്രൂരമായ ഒരവസ്ഥയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ വായനക്കാരനെ അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ബിഷപ്പിന്റെ അപ്രതീക്ഷിതമായ ദയാവായ്പ് വാൽജിന്റെ ഉള്ളിലെ നന്മയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി ഒരു പശ്ചാത്താപത്തിന്റെ വലിയൊരു ലോകത്തേക്ക് വായനക്കാരെ നയിക്കുകയും ചെയ്യുന്നു. നാലപ്പാട്ട് നാരായണമേനോന്റെ രചനാപാടവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാശ്ചാത്യമായ ഈ കഥാപരിസരത്തെയും ദാർശനികമായ ചിന്തകളെയും മലയാളത്തിന്റെ തനിമ ഒട്ടും തോർന്നു പോകാതെ അത് മലയാളത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു കവി കൂടിയായ നാലപ്പാടന്റെ ഭാഷാശുദ്ധിയും ആഴമേറിയ ശൈലിയും നോവലിന്റെ ഓരോ താളിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിവർത്തനങ്ങളിൽ വന്നു ചേരാറുള്ള കൃത്രിമത്വം ഈ കൃതിയിൽ ഒരിടത്തും അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. പകരം ഓരോ കഥാപാത്രത്തിൻ്റെയും വികാര വിക്ഷോഭങ്ങളെയും അവരുടെ ആത്മസംഘർഷങ്ങളെയും സ്വന്തം അനുഭവമെന്നോണം പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ നോവലിൻ്റെ ദാർശനികമായ അടിത്തറ സ്നേഹവും കാരുണ്യവുമാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിയമത്തിന് ശിക്ഷിക്കാൻ മാത്രമേ അറിയൂ, എന്നാൽ സ്നേഹത്തിന് മാത്രമേ തിരുത്താൻ സാധിക്കൂ എന്ന വലിയ സത്യം ജീൻ വാൽജീനിലൂടെ ഹ്യൂഗോ സമർത്ഥിക്കുന്നു. നാലപ്പാടൻ ഈ സന്ദേശത്തെ മലയാളത്തിന്റെ സാംസ്കാരിക മണ്ണിലേക്ക് പകർത്തുമ്പോൾ അത് അങ്ങേയറ്റം അർത്ഥവത്തായി മാറുന്നു. സാമൂഹികമായ അസമ്മതങ്ങൾക്കെതിരെയും മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെയും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഈ കൃതി കാലദേശങ്ങൾക്ക് അതീതമായി മാനവികതയുടെ വലിയൊരു പ്രഖ്യാപനമായിട്ട് മാറുകയാണ്. ലോകത്താകമാനം അങ്ങനെയാണത്. വലിയൊരു പ്രഖ്യാപനം ഈ കൃതി ലോകത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം പാവങ്ങൾ എന്നത് ഒരു വായനയല്ല, അതൊരു ജീവിതാനുഭവമാണ്. വാൽജീന്റെ പരിവർത്തനവും ഫാനിന്റെ ദുരന്ത ജീവിതവും കോസറ്റിന്റെ അതിജീവനവുമെല്ലാം വായനക്കാരന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നു. വിവർത്തന സാഹിത്യത്തിൽ ഇത്രത്തോളം ഗൗരവത്തോടെയും സർഗാത്മകതയോടെയും സമീപിക്കപ്പെട്ട മറ്റൊരു കൃതി വിരളമാണെന്ന് പറയാം. മലയാള ഗദ്യത്തിന്റെ സൗന്ദര്യത്തെയും സാധ്യതകളെയും വാനോളം ഉയർത്തിയ നാലപ്പാടന്റെ ഈ വിവർത്തന ശ്രമം തലമുറകൾ കഴിഞ്ഞാലും വിസ്മരിക്കപ്പെടാത്ത സാഹിത്യ സൃഷ്ടിയായി നിലനിൽക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. ഒരുപക്ഷെ 1925 പുറത്തിറങ്ങിയ ഈ ഒരു പരിഭാഷ 2025 എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 26 എത്തി നിൽക്കുമ്പോൾ, ഒരു നൂറ്റാണ്ടിലേറെ അത് അനേകം തലമുറകൾ വായിച്ചു. ജീവിതത്തിൻ്റെ നൈമിഷികമായ പല അവസ്ഥകളെയും ഓരോ വായനക്കാരനും പരിചയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കായി അനന്തമായ വായനക്ക് ഉപകരിക്കുന്ന, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുന്ന ഒരു ക്ലാസിക് കൃതിയായിട്ട് ഈ പാവങ്ങൾ എന്ന പുസ്തകം മലയാളത്തിൽ എക്കാലത്തെയും മികച്ച കൃതികളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 2 വോള്യത്തിൽ മാതൃഭൂമിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഒരു അവസാനം എന്നുള്ള രീതിയിൽ പറയേണ്ടത്, വളരെ അനായാസേന വായിക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ പാവങ്ങൾ എന്ന കൃതി നിങ്ങൾ കയ്യിലെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃതി
ഗൗരവമുള്ള വായന ആഗ്രഹിക്കുന്ന, മനുഷ്യത്വത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, ആർദ്രതയുടെ കനിവ് ഉള്ളിൽ ശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കയ്യിലെടുക്കേണ്ട ഒരു കൃതിയാണ്